ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 28. ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധുക് പ്രജനശ്ചാസ്മി കന്ദർപ്പഃ സർപ്പാണാമസ്മി വാസുകിഃ. വിവർത്തനം. ആയുധങ്ങളിൽ വെച്ച് വജ്രവും ഇടിമിന്നലും, പശുക്കളിൽ സുരഭിയും, ജനനഹേതുക്കളിൽ കാമദേവനും, സർപ്പങ്ങളിൽ വാസുകിയും ഞാൻ തന്നെ. ഭാവാർത്ഥം. ഭഗവാന്റെ ശക്തിയുടെ പ്രതീകമാണ് കരുത്തേറിയ വജ്രായുധം. പരവ്യോമത്തിലുള്ള കൃഷ്ണലോകത്തിൽ എപ്പോഴും പാൽ ചുരത്തുന്ന പശുക്കളുണ്ട്. അവ എല്ലാവർക്കും വേണ്ടത്ര പാൽ ചുരത്തിക്കൊടുക്കുന്നു. ഭൗതിക ലോകത്തിൽ അത്തരം പശുക്കളില്ല. സുരഭി എന്നു പേരുള്ള ആ പശുക്കൾ കൃഷ്ണലോകത്തിലേയുള്ളൂ. ഭഗവാന് അത്തരത്തിലുള്ള അനേകം പശുക്കളുണ്ട്. ഈ സുരഭി പശുക്കളെ ഭഗവാൻ സ്വയം മേച്ചു നടക്കുന്നു. സത്പുത്രോത്പത്തിക്കാവശ്യമായ ലൈംഗിക തൃഷ്ണയത്രേ കന്ദർപ്പൻ. ഈ കന്ദർപ്പനും കൃഷ്ണനെ പ്രതിനിധീഭവിക്കുന്നു. കേവലം ഇന്ദ്രിയസുഖത്തിനായി ചെയ്യപ്പെടുന്ന സംഭോഗത്തിന് കൃഷ്ണന്റെ പ്രാതിനിധ്യമില്ല തന്നെ. ശ്ലോകം 29. ആനന്ദശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതൃണാമര്യമാ ചാസ്മി യമഃ സംയമതാമഹം. വിവർത്തനം. അനേക ഭണങ്ങളോട് കൂടിയ നാഗങ്ങളിൽ അനന്തനാണ് ഞാൻ. ജലജീവികളിൽ വരുണൻ, പിതൃക്കളിൽ അര്യമാവ്, ശിക്ഷകരിൽ മൃത്യുദേവതയായ യമനും. ഭാവാർത്ഥം. അനേക ബണങ്ങളുള്ള നാഗങ്ങളിൽ ഏറ്റവും വലിപ്പം അനന്തനാണ്. ജലജീവികളിൽ വരുണനും. കൃഷ്ണന്റെ പ്രതിനിധികളാണിവർ. പിതൃക്കളുടേതായുള്ള ലോകത്തിൽ കൃഷ്ണന്റെ പ്രാതിനിധ്യം വഹിക്കുന്നത് അര്യമാവാണ്. ദുഷ്കർമ്മികളെ ശിക്ഷിക്കാൻ പല ജീവസത്തകളുമുള്ളതിൽ ശ്രേഷ്ഠൻ യമൻ തന്നെ. ഭൂമിക്ക് തൊട്ടടുത്ത ലോകമാണ് യമൻ്റേത്. മഹാപാപികളെ മരണശേഷം യമൻ അങ്ങോട്ടെത്തിച്ച് പല വിധത്തിലുള്ള ശിക്ഷകളും നൽകുന്നു. ശ്ലോകം 30. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലഃ കലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. വിവർത്തനം. ദൈത്യന്മാരിൽ ഞാൻ ഭക്തപ്രഹ്ലാദനാണ്. കീഴ്പ്പെടുത്തുന്നവയിൽ കാലം, വന്യമൃഗങ്ങളിൽ സിംഹം, പക്ഷികളിൽ ഗരുഡനും. ഭാവാർത്ഥം. ദിതിയും അതിഥിയും സഹോദരിമാരാണ്. അതിഥിയുടെ മക്കളെ ആദിത്യരെന്നും ദിതിയുടെ മക്കളെ ദൈത്യരെന്നും പറയുന്നു. ആദിത്യർ ഭഗവത് ഭക്തരാണ്. ദൈത്യരാകട്ടെ നിരീശ്വരരും. പ്രഹ്ലാദൻ ദൈത്യകുലത്തിൽ ജനിച്ചു എങ്കിലും ബാല്യം മുതൽക്കേ ഒരു മഹാഭക്തനായിരുന്നു. ഭക്തിസാധനയും ദൈവീക പ്രകൃതിയുമുള്ളതിനാൽ അദ്ദേഹം കൃഷ്ണന്റെ പ്രതിനിധിയായി ഗണിക്കപ്പെടുന്നു. കീഴടക്കുവാൻ കഴിവുള്ള പലതുമുണ്ട്. കാലത്തിനാണ് ഭൗതിക പ്രപഞ്ചത്തിൽ ഏതൊന്നിനെയും മാറ്റിമറിക്കാൻ കഴിവുള്ളത്. ഈ കഴിവ് കാലത്തിൻ്റെ ഭഗവത് പ്രാതിനിധ്യത്തെ കാണിക്കുന്നു. മൃഗങ്ങളിൽ വെച്ച് കരുത്തേറിയതാണ് സിംഹം. ഭയാനകവുമാണ്. നാനാവിധ പക്ഷികളുള്ളതിൽ വിഷ്ണു വാഹനമായ ഗരുഡനാണ് ശ്രേഷ്ഠത. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.